Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ OnePlus 60 ആണ്. അപ്പോൾ OnePlus 60 ഇന്നലെയാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റിന്റെ 37999 ആണ് പ്രൈസിംഗ്, അതായത് 38000 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റീറ്റെയിൽ ബോക്സ് അല്ല, ഇതൊരു മീഡിയ കിറ്റാണ്. നമുക്ക് മീഡിയക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ബോക്സ് പാക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ OnePlus 60ൻ്റെ അപ്ഗ്രേഡ്സ്, കുറച്ചധികം അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒന്ന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ നോച്ച് ഇംപ്രൂവ്ഡ് ആണ്, ക്യാമറയിലും കുറച്ചധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ്, ബാറ്ററി കപ്പാസിറ്റി ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്കിംഗ്. ഇത് മീഡിയ കിറ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് റീറ്റെയിൽ ബോക്സ് അല്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു റിവ്യൂസ് ഗൈഡാണ്. അപ്പോൾ റിവ്യൂസ് ഗൈഡിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വാട്ട്സ് ന്യൂ, പുതിയ ഡിവൈസിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്നുള്ളതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാർജർ ഡിസ്പ്ലേ ആണ്, സ്മാർട്ട് ബൂസ്റ്റ്, പിന്നെ ബേസ് മോഡലിന് 128 GB സ്റ്റോറേജ് ഉണ്ട്, 6 GB റാമിലൂടെ. മുമ്പ് അതും 64 GB ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഡിവൈസിലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് റിവ്യൂസ് ഗൈഡാണ്, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരും നോക്കാം. ബോക്സിനകത്ത് വരുന്നത് 3 കേസാണ്, 3 ഡിഫറെൻറ്റ് കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം വാങ്ങാം, OnePlus 60ക്ക് വാങ്ങാനുള്ള കേസുകളാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് OnePlus 60 നൈലോൺ ബമ്പർ കേസ്, പിന്നെ സാൻഡ്സ്റ്റോൺ പ്രൊട്ടക്റ്റീവ് കേസ്, പിന്നെ സിലിക്കോൺ പ്രൊട്ടക്റ്റീവ് കേസ് റെഡ്. അപ്പോൾ ഈ 3 കേസാണ് വരുന്നത്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോണിന് നോക്കാം, അൺബോക്സ് ചെയ്യുന്ന ബാക്കി എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ബുള്ളറ്റ് ഇയർഫോൺസ് ആണ്. ഇത് ടൈപ്പ് സി ബുള്ളറ്റ് ഇയർഫോൺസ് ആണ്. നിങ്ങൾ കേട്ട് കാണും OnePlus 60നകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. അപ്പോൾ USB ടൈപ്പ് സി പോർട്ട് വഴി മാത്രമേ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പുതിയൊരു ഇയർഫോൺ ഇറക്കിയിരിക്കുകയാണ്, OnePlus ടൈപ്പ് സി ബുള്ളറ്റ് ഇയർഫോൺസ്. ഇത് ടൈപ്പ് സി കേബിളുള്ള ഇയർഫോൺസ് ആണ്. ഇത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. ഒരു കണ്ടില്ലേ, നിങ്ങൾക്ക് ഡെസ്കിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇതൊരു സ്പെഷ്യൽ മീഡിയ കിറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആക്ച്വൽ ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 60ൻ്റെ പുതിയ ബോക്സ് പാക്കിങ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇത് മിറർ ബ്ലാക്ക് വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 120 GB 1 മിറർ ബ്ലാക്ക് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ സാർ വാല്യൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡിവൈസിനെ കുറിച്ച് നമുക്ക് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മീഡിയ കിറ്റിനുള്ളിൽ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡിവൈസ് കാണിക്കാം, പിന്നെ നമുക്ക് പുതിയ കേസുകളെ കുറിച്ച് പറയാം. പിന്നെ അതുകൂടാണ്ട് തന്നെ അതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. നമുക്ക് ഈ ബോക്സ് പാക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 60. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം മേളിൽ കാണുന്നതാണ് OnePlus 60. അപ്പോൾ OnePlus 60ൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഏരിയ. പിന്നെ ഇതിനകത്ത് പുതിയ നോച്ച് ഇൻക്ലൂഡാണ്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നോച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്, OnePlus ലോഗോ ആണ്. പിന്നെ സൈഡിൽ അലേർട്ട് സ്ലൈഡറും പിന്നെ പവർ ബട്ടനുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേയും വോളിയം കീസുമാണ് വരുന്നത്. ബോട്ടം പാനലിലാണെങ്കിൽ പുതിയ USB ടൈപ്പ് സി പോർട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ്. 3.5mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിനകത്ത് ഡുവൽ സിം കാർഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു ചെറിയ ബോക്സാണ് വരുന്നത്. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തുള്ളത് ഒരു സിലിക്കോൺ കേസാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി സിലിക്കോൺ കേസാണ്. അപ്പോൾ ഇതാണ് ബൈ ഡീഫോൾട്ട് ബോക്സിനകത്ത് വരുന്ന കേസ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചെറിയൊരു ബോക്സാണ്. നമുക്ക് നോക്കാം എന്താ ഉള്ളത്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഇതാണ്. ഇതിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ് OnePlusൻ്റെ. പിന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡാണ്. പിന്നെ OnePlus 60നെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഫ്ലാഗ്ഷിപ്പ് കില്ലറും നെവർ സെറ്റിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്, വേർഡ് ഫ്രം ദ CEO, OnePlusൻ്റെ CEO എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് USB ടൈപ്പ് സി കേബിളാണ്. OnePlusൻ്റെ സ്റ്റാൻഡേർഡ് USB ടൈപ്പ് സി കേബിളാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള കേബിളാണ്. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു അഡാപ്റ്ററാണ്.
ഈ അഡാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ USB Type-C വെച്ച് സാധാരണ ഓഡിയോ അഡാപ്റ്റർ 3.5mm ഇയർഫോൺസ് പ്ലഗ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ USB Type-C പോർട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സാധാരണ ഇയർഫോൺസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഡാഷ് ചാർജറാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡാഷ് ചാർജറാണ് വരുന്നത്. 5V 4A ഡാഷ് ചാർജറാണ്. അത് 20W ഡാഷ് ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് നോക്കാം, ബാക്കി ഇതിനകത്ത് വരുന്ന പുതിയ കേസസും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 60, OnePlusൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാം വിസിബിളായ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോച്ച് ചെറുതാക്കിയിട്ടുണ്ട്. നോച്ച് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ താഴത്തെ ബെസൽസ് വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നത്. OnePlus 6-നേക്കാളും കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്ന് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് കാണാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോർമൽ രീതിയിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇനി സെറ്റപ്പിലേക്ക് പോകാം. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോസസ്സാണ്. നമ്മൾ ബാക്കിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് ആഡഡ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഇതാണ് ന്യൂ ഫീച്ചർ. പിന്നെ നമുക്ക് എടുത്ത് പറയാവുന്നത് സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് പൈ ആണ്. ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. പിന്നെ ഓൾറെഡി നമുക്കറിയാം OnePlusൻ്റെ ഓക്സിജൻ OSൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നതാണ്. ബട്ടൺസ് ആൻഡ് ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. പിന്നെ UI നല്ലൊരു UI ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് UI ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാര്യമായ മാറ്റമൊന്നുമില്ല. ഹാർഡ്വെയർ സെയിം തന്നെയാണ്. 16-20 MP ഷൂട്ടറാണ് വരുന്നത്. പോർട്രേറ്റ് മോഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. 4K at 60 FPS 1080p റെസൊല്യൂഷൻ at 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് OnePlus 60 അടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയുന്നതാണ്. പിന്നെ OnePlus 60 വരുന്നത് 3700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റിയിൽ നല്ലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. 3300 3700 ആയിട്ടുണ്ട്. അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുകൂടാണ്ട് തന്നെ ഡിസ്പ്ലേ സൈസും കുറച്ചൊരു വലുതാണ്. നോച്ച് ചെറുതാക്കുകയും ചെയ്തു. പിന്നെ ബെസൽസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സെയിം ഫോം ഫാക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus 60 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. അപ്പോൾ ഇത് പവർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം സ്നാപ്ഡ്രാഗണിൻ്റെ 845 ഒക്ടാ-കോർ ചിപ്സെറ്റാണ്. 3 വേരിയൻ്റിലാണ് വരുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും പിന്നെ 8GB റാമും 128GB സ്റ്റോറേജും 8GB റാമും 256GB സ്റ്റോറേജും വരുന്ന 3 വേരിയൻ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത് ആമസോണിലാണ് എക്സ്ക്ലൂസീവ് അവൈലബിൾ ആവുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 37,999 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ്. അതിൽ 128GB സ്റ്റോറേജും 6GB റാമുമാണ് വരുന്നത്. ഇനി നമുക്ക് OnePlusൻ്റെ കൂടെ വരുന്ന നമുക്ക് കിട്ടിയ ബോക്സ് പാക്കിനുണ്ടായ 3 കേസസിനെ കുറിച്ച് പറയാം. ഇതാണ് 3 കേസസ്. റെഡ് എന്ന് പറഞ്ഞാൽ സിലിക്കോൺ കേസാണ്. നല്ലൊരു ഫിനിഷ് കൊടുത്ത കേസാണ്. പിന്നെ സാൻഡ്സ്റ്റോൺ ബ്ലാക്ക് ആണ്. ഇത് റെഗുലർ നമ്മൾ പണ്ടും കണ്ടിട്ടുള്ള സാൻഡ്സ്റ്റോൺ ബ്ലാക്ക് ആണ്. നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നൈലോൺ കേസാണ്. വളരെ സ്റ്റേഡി ആയ ഒരു കേസാണ് നൈലോൺ കേസ്. നല്ലൊരു ഫിനിഷും തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ലൊരു പാറ്റേൺ ഫിനിഷുമാണ്. നല്ല സ്ട്രോങ് പ്രൊട്ടക്ഷനും തരുന്ന ഒരു കേസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയ കേസുകൾ. അപ്പോൾ ഇത് മീഡിയ കിറ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ്. ആക്ച്വൽ കിറ്റിനകത്ത് ഈ കേസുകൾ വരില്ല. നമ്മൾ കാണിച്ച ഒരു കേസ് മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ കേസുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് OnePlusൻ്റെ സ്റ്റോറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ നൈലോൺ കേസ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നൈലോൺ കേസ്. വളരെ ഒരു ഫിനിഷുള്ള കേസാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള കേസാണ്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നൈലോൺ കേസാണ്. നല്ലൊരു ഫിനിഷുള്ള കേസ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്റ്റേഡിയായ ഫിനിഷുമാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus 60 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ തന്നെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ദിസ് ഇസ് നിർമ്മൽ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.